ആലപ്പുഴ കളർക്കോട് കാറും കെ.എസ്.ആർ.ടി.സി ബസ്സും കൂട്ടിയിടിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 MBBS വിദ്യാർത്ഥികൾ മരിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. കനത്ത മഴയും വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് അപകട കാരണം എന്നാണ് RTO പറയുന്നത്. 11 പേരാണ് കാറിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ പൊതുദർശനം 12 മണിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കും. വിനയ രാജുവിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി വിനയ, ഇന്നലെ രാത്രിയിലായിരുന്നു നാടിന് നടക്കിയ അപകടമുണ്ടായത്. എന്തായാലും ഇതിലൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം മഴയും അതുപോലെ തന്നെ വാഹനത്തിന്റെ പഴക്കവും തന്നെയാണ് അപകടത്തിന് കാരണം എന്നാണ്. എന്തായാലും ഇതിലിപ്പോൾ RTOയുടെ വിശദീകരണം തേടിയിരിക്കുന്നു ജില്ലാ കളക്ടർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിൽ 5 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൽ 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജബ്ബാറിന്റെ പോസ്റ്റ്മോർട്ടം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഈ 5 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പഠിച്ച വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പൊതുദർശനത്തിലേക്ക് കൊണ്ടുപോകും. നിലവിൽ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശിയായിട്ടുള്ള ദേവാനന്ദ് എന്നിവരുടെ എന്നീ 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ RTO അപകടം നടന്ന സ്ഥലത്ത് RTO ഫോറൻസിക് തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഈ RTO ഈ പരിശോധന നടത്തിയപ്പോൾ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാനമായും അവർ വ്യക്തമാക്കിയത്, ഈ വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. 5 മാസം മാത്രമേ അദ്ദേഹത്തിന് ലൈസൻസ് എടുത്തായിട്ടുള്ളൂ. വയസ്സ് 20 അല്ലെങ്കിൽ 18 വയസ്സോ മറ്റേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതില്ല. അത് അപകടത്തിന് കാരണമായി. കൂടാതെ തന്നെ അമിത വേഗതയിലായിരുന്നു വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇവർ സഞ്ചരിച്ച കാറ് 14 വർഷത്തോളം പഴക്കമുണ്ട്. 2010 ഈ കാറിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. കാലപ്പഴക്കമുള്ളതും ഈ വാഹനാപകടത്തിന് കാരണമായി തുടങ്ങിയതെല്ലാം തന്നെ RTO ഈ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് കാർ നൽകിയിട്ടുണ്ടായിരുന്ന അമ്പലപ്പുഴ സ്വദേശി അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ റെന്റൽ കാർ നൽകുന്നത്. അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഈ പരിശോധനയ്ക്ക് ശേഷം RTO വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ജില്ലാ കളക്ടറും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. RTOയുടെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടറും തേടിയിട്ടുണ്ട്. കൂടാതെ തന്നെ മന്ത്രി P. പ്രസാദ് അടക്കം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, ഈ അപകടത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് മന്ത്രി P. പ്രസാദ് അടക്കം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിനായി കൊണ്ടുപോകും. ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം തന്നെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി അനുശോചനം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അന്ത്യാഞ്ജലി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ മന്ത്രിമാരടക്കം തന്നെ പൊതുദർശനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം തന്നെ ഈ മരിച്ച വിദ്യാർത്ഥികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഈ നിലവിൽ 6 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. പലരും ഇപ്പോൾ നിരവധി സർജറികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇത്തരത്തിൽ പലരുടെയും സർജറികളെല്ലാം തന്നെ പലതും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന വിവരമനുസരിച്ച്. 3 പേർ ഇപ്പോൾ വലിയ ഗുരുതരാവസ്ഥയിലല്ല എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ഇപ്പോൾ കളക്ടർ കൂടാതെ മന്ത്രി P. പ്രസാദ് അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ RTO പ്രധാനമായും ഈ പരിശോധിച്ച ശേഷം ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച ശേഷം അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്, ഈ വാഹനത്തിന്റെ വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിന് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഈ വാഹനം അഡ്വാൻസ് ആയിരുന്നില്ല. ഒരുപക്ഷെ ഈ വാഹനം ഒരു അഡ്വാൻസ് ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചിരുന്നേനെ എന്നാണ് RTO വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം 14 വർഷത്തെ പഴക്കമുണ്ട്. അതിനകത്ത് അത്രത്തോളം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാറുമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ആഘാതം ഉണ്ടായതെന്നാണ്, ഈ അപകടത്തിൽ വലിയൊരു ആഘാതം ഉണ്ടായതെന്നാണ് RTO അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 6 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിൽ ഒരാളുടെ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതിനുശേഷം 12 മണിയോടെ തന്നെ ഈ പൊതുദർശനത്തിന് വെക്കും. ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും ഓരോ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ. തുടർന്നായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിൽ ദേവാനന്ദന്റെ സംസ്കാരം, കോട്ടയം സ്വദേശിയായിട്ടുള്ള ദേവാനന്ദന്റെ സംസ്കാരം നാളെ 4 മണിക്ക് അദ്ദേഹത്തിന്റെ കോട്ടയത്തെ മറ്റക്കരയിലുള്ള വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 4 മണിക്ക് വീട്ടുവളപ്പിൽ ദേവാനന്ദന്റെ സംസ്കാരം നടക്കും. കൂടാതെ കോട്ടയം സ്വദേശിയായിട്ടുള്ള ആയുഷിന്റെ സംസ്കാരവും നാളെ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടായിട്ടുള്ള ആലപ്പുഴയിലെ കാവാലത്തായിരിക്കും ആയുഷിന്റെ സംസ്കാര പരിപാടികൾ നടക്കുക. ഇതിൽ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളത്ത് വെച്ച് നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലായിരിക്കും ഈ മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഈ സംസ്കാരം അടക്കം തന്നെ നടത്തുക. എന്തായാലും ലക്ഷദ്വീപ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം തന്നെ വരാനൊരു സമയമെടുക്കും. അതെല്ലാം തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനത്തിനായി ഈ വിദ്യാർത്ഥികളുടെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നിലവിൽ 6 പേരാണ് ചികിത്സയിലുള്ളത്. 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഭദ്ര. ആലപ്പുഴ കളർക്കോട് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 MBBS വിദ്യാർത്ഥികൾ മരിച്ചത്. എന്തായാലും ഇതിലിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കനത്ത മഴയും അതുപോലെ വാഹനത്തിന്റെ കാലപ്പഴക്കവും അപകടത്തിന് കാരണമായി എന്നാണ്. അതേസമയം RTO ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ വിദ്യാർത്ഥിക്ക് 5 മാസമായിട്ടേ ഉള്ളൂ ലൈസൻസ് കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പരിചയക്കുറവ് ആയിരിക്കാം അപകടത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. നേരത്തെ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴയും അതുപോലെ തന്നെ ബസ്സാണോ മറ്റെന്താണോ എന്നറിയില്ലായിരുന്നു ആ കുട്ടിക്ക്. നേരെ വരുന്ന ആ നിഴലിൽ ഒരുപക്ഷെ പാനിക് ആയിട്ടുണ്ടാകാം. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യം എന്തായാലും ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്നിപ്പോൾ പുറത്തു വരുന്നത് ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വ്യക്തി, അതായത് ഉടമയ്ക്ക് റെന്റ് കാർ ലൈസൻസ് ഇല്ല. അതായത് അനധികൃതമായിട്ടാണ് കുട്ടികൾക്ക് കാറ് വാടകയ്ക്ക് നൽകിയത്